ദില്ലിയിൽ താപനില നന്നായി കുറയുകയാണ്. 10 ഡിഗ്രിക്ക് അടുത്തുവരെ താപനില കുറഞ്ഞിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും നല്ല തണുപ്പായിരിക്കും ദില്ലിയിൽ. ഈ തണുപ്പ് കുറയുന്നതിനനുസരിച്ച് മൂടൽമഞ്ഞിന്റെ അളവും ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ വർദ്ധിക്കുകയാണ്. ഏതായാലും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ ദില്ലിയിൽ ഇന്ന് കാഴ്ചപരിധി വലിയ കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ദില്ലിയിൽ ഇന്ന് മൂടൽമഞ്ഞിന്റെ അളവ് കുറവാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ പാർലമെന്റും വിജയിച്ചൊക്കെ കാണേണ്ടതാണ്. പക്ഷേ അതിനെ മറച്ചുകൊണ്ട് മൂടൽമഞ്ഞുണ്ട്. എതിർവശത്ത് ഇന്ത്യ ഗേറ്റാണ്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ ഇന്ത്യ ഗേറ്റും കാണാനില്ല. ഏതായാലും ഈ മഞ്ഞിനൊപ്പം തന്നെ ഇവിടെ ഈ വായു മലിനീകരണവും ഉണ്ട് എന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. ഏതായാലും ഇത് രണ്ടും ചേർന്നുള്ള ഒരു സ്മോഗ് ദില്ലിയെ മറച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ പലയിടങ്ങളിലും ശക്തമായ മൂടൽമഞ്ഞ് തുടരുന്നത്. ഏതായാലും ഈ മൂടൽമഞ്ഞ് ശക്തമായ സാഹചര്യത്തിലാണ് വിമാന കമ്പനികളൊക്കെ തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഈ മൂടൽമഞ്ഞിനെ തുടർന്ന് വൈകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിമാന കമ്പനികൾ അറിയിക്കുന്നത്. അതുകൊണ്ട് വിമാനത്തിന്റെ ഒരു ഷെഡ്യൂളൊക്കെ തന്നെ ഒന്നുകൂടി പരിശോധിച്ച് വിമാനത്താവളങ്ങളിലേക്ക് എത്തണം എന്നാണ് ഇൻഡിഗോ അടക്കം നൽകുന്ന മുന്നറിയിപ്പ്.